ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ പ്രാങ്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രത്യേക പ്രാങ്കാണ് ഇറക്കാൻ പോണത്, പ്രത്യേക ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തുടങ്ങാം. ഇതാ മുന്നിൽ തന്നെ കുറച്ച് ടീം പോകുന്നുണ്ട്, നമുക്ക് അവരെ തന്നെ പിടിക്കാം. ഹലോ ഹലോ ഹലോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇങ്ങോട്ട് പോവാ, കമോൺ. എവിടെ പോവാ? എവിടെ പോവാ? എവിടെ പോവാ? ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ? നിങ്ങളുടെ സ്വന്തമാണെങ്കിലും അത് മറ്റുള്ളവർ എടുത്ത് എപ്പോഴും ഉപകരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് എന്താണെന്ന് ചോദിക്കും. എന്താണെന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. കുസൃതി ചോദ്യമാണ്. ഫോണ്. സ്വഭാവം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഐ ഡോണ്ട് നോ. ഓക്കെ, നിങ്ങൾ പറയൂ. അതിനെന്ത് ഒരു മുട്ടായി കൊടുത്ത ബ്രോ. ഓക്കെ, ഹാപ്പി. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വൺ മോർ പറഞ്ഞുതരാം. ഓക്കെ, ഓപ്ഷൻസ് ഇല്ല, കുസൃതി ചോദ്യമായതുകൊണ്ട് ഓപ്ഷൻസ് തീരെ ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യന് ആർക്കൊക്കെ ഇതിൽ മനസ്സിലാവാത്ത ആണ്? ഇതിൽ നിങ്ങളൊക്കെ കമ്മിറ്റഡ് ആണോ? എല്ലാവരും കമ്മിറ്റഡാ? സംഭവം എനിക്ക് എന്നെ കണ്ടപ്പോൾ ക്രഷ് അടിച്ചിരുന്നു. അപ്പം ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, സ്വന്തമാണെങ്കിലും അതെടുത്തിട്ട് മറ്റുള്ളവർ എപ്പോഴും ഉപകരിക്കുന്ന സാധനമുണ്ട്. അപ്പം നിങ്ങളെന്താ നേരത്തെ പറഞ്ഞിന്? ഫോണ്. പിന്നെ ഒന്നും പറഞ്ഞില്ല. സ്വഭാവം ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറയാനില്ല, അറിയില്ല. അപ്പം എന്നാല് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പേര്. ഓക്കെ, അല്ല മുട്ടായില്ല, സ്വന്തം. പിന്നെ പേര്. പിന്നെ എൻ്റെ പേരെന്താ? ശേഖ. അത് ഞാൻ ഇപ്പം എന്നെ എങ്ങനെ വിളിക്കുക? ശേഖ അങ്ങോട്ട് വരുമെന്നല്ലേ? അപ്പൊ ഞാനല്ല എന്റെ സാധനം എടുത്തിട്ട് ഉപകരിക്കുന്നത്. ഓക്കെ, അതും ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ പേരുകളല്ലേ, അവരുടെ അവകാശമല്ലേ. ഓക്കെ അല്ലേ? ഹാപ്പി? മിഠായിയോ? എന്തോ ആണ് ക്രഷ് തോന്നിയതിനോട് നാക്ക്. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, ഒരു മുട്ടായി കൊടുത്ത്. പിന്നല്ലേ എനിക്കൊരു വയ്യ പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളിപ്പോൾ എവിടുന്നാ വരുന്നത്? എവിടുന്ന്? നിങ്ങളിപ്പോൾ എവിടുന്ന വരുന്നേ? മുക്കത്തുനിന്ന് ഞാൻ എന്തായാലും എയറോപ്ലെയിൻ ബുക്ക് ചെയ്തേ. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ടീമുണ്ട് നിങ്ങളുടെ കയ്യിൽ? എയറോപ്ലെയിൻ താല്പര്യമില്ല. എന്നാൽ പിന്നെ നമുക്ക് ധൂമ് ബൈക്ക് ഉണ്ട്. സത്യം പറയട്ടെ, എനിക്ക് ഇതിൽ കമ്മിറ്റഡ് ആവാത്ത ആരൊക്കെ ഉള്ളത്? എല്ലാവരും കമ്മിറ്റഡ്. നിങ്ങൾക്ക് എവിടുന്ന ഈ കമ്മിറ്റഡ് എന്ന് പറഞ്ഞ സംഭവം കിട്ടുന്നത്? കല്യാണം ഉറപ്പിച്ച്. കല്യാണത്തിന് ഡേറ്റ് പറയാൻ താല്പര്യമുണ്ടോ? എല്ലാവരും വരും. 3000 ആൾക്കാർ വരാനുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ 3 മില്യൺ. ഓക്കെ, കല്യാണത്തിന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവുക? ചോറ് കറി. അപ്പൊ ഞാൻ പറയുന്നത് ചോറ് കറികൾ കൊടുക്കരുത്. ഈ പുലിന്റെ ഇറച്ചി കൊടുക്കും. പുലി, കടുവ, പുലി പുലിന്റെ പോലെ. ഇതിന്റെ പ്രാങ്ക് ഷോ ആണ്. ഓടി ഗൈസ്, ഞാൻ അടുത്ത ആളെ പിടിക്കാം. ഗൈസ്, നമ്മളെ ഇവിടെ നിൽക്കുന്ന ഒരു സ്പെഷ്യൽ മാനാണ്. മാൻ്റെ പേരെന്താണ്? തൻസീർ കൂട്ടുപറമ്പ്. അതിന്റെ ഏകദേശം അതേമാതിരി തൻസീർ എർണിക്കൽ. ഓക്കെ, എർണിക്കലിനോട് ഞാൻ ഒരു PSC ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഓക്കെ, മൈൻഡൊക്കെ റീഫ്രഷ് ആക്കണം. ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തോളൂ. കറക്റ്റ് പറഞ്ഞു. കേരളത്തിൽ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആര്? ക്ലൂ എന്താ? ക്ലൂ ഇല്ല, PSC ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ എന്താ അറിയോ? കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ. ഓക്കെ, നോട്ട് ചെയ്തൊക്കെ എന്തായാലും. ഓക്കെ, വരുമ്പോ ഓക്കെ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, അടിച്ചു കൊടുക്കിട്ടോ. ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. മറന്നുപോയി. ഓക്കെ അല്ലേ? ഹാപ്പി.
തമരടിക്കുന്ന കാലമായടി ടിയാമേ കാശിന്റെ ശാമം തീർന്നതി ടിയാമേ 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 ടിയാ ടിയാ ടിയാമേ 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 ടി. അതിന്റെ ബാക്കി വരി എന്താ? അറിയില്ല. ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു പാട്ട് പാടാം. മറ്റേ വേറൊരു പാട്ടില്ലേ, മറ്റേ ദുൽഖറും വനും അഭിനയിച്ചിട്ട് നേരെ കുളത്തിലൊക്കെ നീന്തി കളിച്ച് നേരെ ചാടിയിട്ട് പോണ ഒരു പാട്ടില്ലേ, എന്തിനാ ആ പാട്ട്? എനിക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് ആ പാട്ട് പാടാൻ പറ്റുമോ? പാട്ടൊന്നും അറിയില്ല. ഓക്കെ, പേരെന്താ? റിസാന. മാ 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 മാ. ഞാൻ ഇപ്പം എത്ര വട്ടം മാ പറഞ്ഞിട്ടുണ്ടാവും? റോങ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത ഒരു ഏറ്റവും വലിയൊരു വരമുണ്ട്. ആ വരം എന്താ? വിവരം. പേരെന്താ? റിസാന. ഓക്കെ, നിങ്ങൾ പറയൂ. അറിയില്ല. ഓക്കെ, അപ്പോൾ റിസാന കറക്റ്റ് ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി അല്ലേ? എന്നാ ഒരു ഗിഫ്റ്റ് പിടിച്ചോ. ഓക്കെ, ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ഫസ്റ്റ് ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണ്. ഓക്കെ, ഹാപ്പി അല്ലേ? നിൻ്റെ പ്രാങ്ക് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ഓക്കെ, ഇതിൻ്റെ യൂട്യൂബ് ചാനലാണ് അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ ഗൈസ്. എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടികൾ ഭയങ്കര ഓണാണ്. ബസ് സ്റ്റാൻഡിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അടുത്ത ആളെ പിടിക്കാം. ഇപ്പോൾ കോഴിക്കോട് സിറ്റി മൊത്തം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ കത്താൻ കാരണം നല്ല വെയിലാണ്. നല്ല വെയിൽ എന്ന് വെച്ചാൽ ചേട്ടാ, വെയിൽ എമ്മാതിരി വെയിലാണ് നടക്കുന്നത് അറിയോ? പേരെന്താ? വിഷ്ണു. ക്യാമറ നോക്കി രായ പറഞ്ഞോളി. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. ഞാൻ അടുത്ത ആളെ പിടിക്കാം. അത് പറയാനുള്ള മൂഡിലല്ല, ഇപ്പം തന്നെ അടി പൊട്ടീനെ അവിടെ. ഞാൻ അടുത്ത ആളെ പിടിക്കാം. എന്താണ് പറഞ്ഞേ? യൂട്യൂബാ? എന്താ നിന്റെ പേരെന്താ? ശ്രീബാല. നിന്റെ പേരെന്താ? ഷഹന. ഓക്കെ, അപ്പോൾ ഷഹന ശ്രീബാലയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഒരു പ്രത്യേക തരം ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഈ മറ്റേ ജിങ് ഡോ റിംഗ് റീഗ് സോം വി സെൻസ് ഓഫ് ഫ്രീക്ക സിംഗ്രോസ് ആണ്. ഓപ്ഷൻസ് ഉണ്ട്, ബി ഓർ എ. യെസ്, ഓക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾ പറയൂ. സിംഗ്രോ സിംഗ്രി സിംഗ്രോമാന സിംഗ്രക്കറാസു സിറിക്കോൻ നേരോ മൂക്കിക്രീക. ഓപ്ഷൻസ് ഏതാ? ഭാഷ ഗിംഗ്രി സിംഗ്രു മുന്നിക്കറാത സിക്രാനോണ മൂറുക്കുറോതോ റെക്രാന. പറയൂ. എനിക്ക് കുറേ ഭാഷകൾ അറിയാം. മലയാളം അറിയാം. നീ തെലുങ്ക് പറയണോ? മലയാളം ഞാൻ ചോദിച്ചു തരാം. എന്നാലേ മലയാളം സ്പെഷ്യൽ മലയാളം ചോദിക്കാൻ പോണേ. ഒരു മാത്സ് ആണ്. മാത്സ്. അതെന്താ മാത്സ് അറിയാത്തെന്താ? എന്നാ മാത്സ് അറിയില്ലെങ്കിൽ പാട്ട് പാടാൻ അറിയോ? ഒരു പാട്ടും അറിയില്ല. എവിടെ പഠിക്കുന്നത്? ഇവക്ക് ഡാൻസ് കളിക്കാൻ അറിയാം? എന്നാൽ ഡാൻസ് കളിക്കൂ. ഡാൻസ് കളിച്ചിട്ട് പോയാൽ മതി. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷകളൊന്നും അറിയില്ല. ഒരു ഭാഷയും അറിയില്ല. മലയാളത്തിലാണെങ്കിൽ ഒരു സ്പെഷ്യൽ ചോദ്യമാണ് ചോദിക്കാൻ പോണത്. ഹാപ്പി അല്ലേ? കുസൃതി ചോദ്യമായിരിക്കും. അങ്ങനൊന്നുമില്ല, അങ്ങനത്തെ ഒരു കളിയുമില്ല. ഓക്കെ, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു പഴമുണ്ട്. ഒരു കുസൃതി ചോദ്യം. അതെ, എന്ത്? ഓക്കെ, ഓപ്ഷൻസ് ഇല്ല. കുസൃതി ചോദ്യമായതുകൊണ്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പഴം. ബനാന. ഓക്കെ, റോങ് ആൻസർ. ആൻസർ എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ടാ. ഓക്കെ, ക്യാമറ നോക്കി ആയി പറഞ്ഞു. ആയി. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ആൾക്കാരെ കണ്ട്. പേരെന്താ? പാർവതി. ഫിജില. അപ്പോൾ
ഫസ്റ്റ് ഞാൻ ഒരു പാട്ട് പാടും, പിന്നെ ബാക്കി നിങ്ങൾ പാടണം. അത് പാടിയാൽ നിങ്ങൾ എന്തായി, നിങ്ങൾ എൻ്റെ മിഷനിൽ പാസ്സായി. ഓക്കെ, ഏത് പാട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്തോ, ഞാൻ പാടിത്തരാം. എനിക്ക് എല്ലാ പാട്ടും പറയാം. എനിക്കിപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ക്രഷായിപ്പോയി. പെട്ടെന്ന് ക്രഷായപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു മിന്നലടിച്ചു പോയി. ആ പാട്ടൊക്കെ മറന്നുപോയി. അല്ല, നിങ്ങൾ ഒരു പാട്ട് പറഞ്ഞാൽ മതി, ഒരു വരി പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും പാടിത്തരാം. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ക്രഷായിപ്പോയി. ക്രഷ് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഭൂമി മൊത്തം എൻ്റെ വാച്ചിങ്ങിലാണ് നടക്കുന്നത്. ആ ചേട്ടൻ വരെ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരെ എൻ്റെ കൺട്രോളിലാണ് നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ പോണത് എന്താ വെച്ചാൽ, നിങ്ങളുടേതായ ഒരു സാധനം അത് മറ്റുള്ളവർ അതെടുത്ത് എപ്പോഴും ഉപയോഗിക്കും. അതെന്താണെന്ന് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരു കുസൃതി ചോദ്യമാണ്. മറ്റുള്ളവർ എപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. ടൈം. ഓക്കെ, നിങ്ങൾ പറയൂ. അതെ, മറ്റുള്ളവർ ഇങ്ങനെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങളുടെ സാധനമായിരിക്കും അത്. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മറ്റുള്ളവരാണ് അത് ഉപകാരപ്പെടുത്തുക എപ്പോഴും. ടൈമില്ലേ? ഓക്കെ, നിങ്ങൾ പറയൂ. ടൈം പറയാൻ കാരണം എന്താ? നിങ്ങൾ ആ ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾ എന്താ പേരെന്താ? ഫിജില. പാർവതി ഫിജില റോങ് ആൻസർ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, വേണമെന്നില്ല. അപ്പം എന്തായാലും വെച്ചാൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പൊതുവേ ഞാൻ നടത്തിക്കൊണ്ടുവരുന്ന സംഭവമാണ് 4 വരി പാട്ട്. എന്നായിക്കോട്ടെ, സമയമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒരു മാത്സ് ചോദിക്കാൻ പോവാം. അതിൽ വിജയിച്ചാൽ നിങ്ങൾ ഈ മിഷൻ കംപ്ലീറ്റ് ആയി, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി മടങ്ങാം. ഓക്കെ, ഒരു മാത്സ് ആണ്, ചിന്തിച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, ഇതിൽ ആരാണ് ഏറ്റവും ടോപ്പ്? ഓളാണല്ലേ? ഇവളാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ്, അപ്പോൾ ഇത് ഇവക്ക് തന്നെ കിട്ടും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്രഷ് അടിച്ചു പോയി. ക്രഷ് ആയ സ്ഥിതിക്ക് ഞാൻ നിന്നോടാണ് ചോദിക്കാൻ പോണത്. 777 + 333 എത്ര? 777 + 333. തമരടിക്കുന്ന കാലമായടി ടിയാമേ കാശ് 1100. അപ്പോൾ 1100 റോങ് ആൻസർ. അപ്പം നിങ്ങൾ പൊയ്ക്കോ. ഓക്കെ, കുത്തികൾ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ആൻസർ എന്താ അറിയോ? 1110. ഇനി മറന്നു വരുത്. ഓക്കെ, അപ്പോൾ ഡെയിലി 5 മണിക്ക് വീഡിയോ ഉണ്ടാവും. ഇതിൻ്റെ ചെറിയ പ്രാങ്ക് ഷോ ആണ്. അപ്പോൾ ക്രഷ് അടിച്ചെന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ശരിക്കും പറയാന്ന് വെച്ചാൽ നിങ്ങളെ ക്രഷാണ്. ഓക്കെ അല്ലേ? ഞാൻ പോട്ടെ, ബൈ. സിനിമ അടുത്താളെ പിടിക്കാം. പ്രാങ്ക് ചെയ്ത് ഇന്ന് കളറാക്കാൻ പോവാം. ഇന്ന് മൊത്തത്തിൽ ഇങ്ങോട്ട് പ്രാങ്ക് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ പോയാണ്. ഓക്കെ, ആരംഭിക്കലാമളാ. ഹലോ, പേരെന്താ? സിവിൻ. ഓക്കെ, പേരെന്താ? പൂജ. ആര്യ. ഓക്കെ, ആര്യ മറ്റേ അല്ലു അർജുൻ സിനിമത്തെ ആര്യല്ല. ഓക്കെ, പക്ഷേ കണ്ണെന്താ അങ്ങനത്തെ കളറ്? ആ കളറാണല്ലേ, മറ്റേ ലെൻസ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ പേരെന്താ പറഞ്ഞത്? സിവിൻ. അപ്പോൾ ഒരു കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോണത്. ഓക്കെ, നിങ്ങളുടേതായ സാധനം മറ്റുള്ളവർ അത് ഉപകാരപ്പെടുത്തും. അതെന്താണ്? അതാണ് എൻ്റെ കുസൃതിയുമായിട്ടുള്ള ക്വസ്റ്റ്യൻ. പറയൂ. ആൻസർ പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടേതായ സാധനം അത് മറ്റുള്ളവർ എപ്പോഴും എടുത്ത് ഉപകാരപ്പെടുത്തും. അതെന്താണ് സാധനം? എന്താണ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ക്ലൂ. കുസൃതി ആയിട്ടുള്ളതിനോട് ക്ലൂ ഇല്ല. കുറേ സാധനമുണ്ട്, വണ്ടി മുതൽ. ഓക്കെ, പിന്നെ ആൻസർ ഇതിൽ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പൊതുവേ നടത്തി കൊണ്ടുവരുന്ന ഒരു 4 വരി പാട്ടുണ്ട്. അത് നിങ്ങൾ ആരാണോ ഇതിൽ ഏറ്റവും ടോപ്പ് സിംഗർ, എനിക്ക് തോന്നുന്നത് നീയാണെന്നാണ്. പൂജയല്ലേ? പൂജ ഒരു 4 വരി പാട്ട് മാത്രം പാടിയാൽ മതി. ആൻസർ പറയൂ. നിങ്ങളുടേതായ സാധനം മറ്റുള്ളവർ എപ്പോഴും എടുത്ത് ഉപകാരപ്പെടുത്തും. അതെന്താണ് ആ സാധനം? ലോട്ടറി എടുക്കാൻ സമയമായില്ല. പേര് നിങ്ങൾ പറയും. പേര് വെറുതെ ഓരോരുത്തരും പറഞ്ഞ കണ്ട് പറയാൻ നിൽക്കണ്ട, പാട്ട് പാടേണ്ടി വരും.
കറക്റ്റ് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ പേര് പറഞ്ഞോളൂ. പേര് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു 4 വരി പാട്ട് വേണം കേട്ടോ. ഒരു വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടേത് കറക്റ്റ് ആൻസറാണ്. ഓക്കെ, പിടിച്ചോ. ഓക്കെ, പിടിച്ചോ. ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ പാട്ടിലേക്ക് കടക്കാം. എല്ലാം പാട്ട് മറ്റേ ഒരു പാട്ടില്ലേ, ഏതറിയോ? മറ്റേ ഇമ്മച്ചാര് കിട്ടിപ്പോയി അമ്മച്ചുള്ളി ബാണം വെട്ടിക്കൂട്ടി കത്തിച്ചിട്ട് 5ഉം 10ഉം വാങ്ങും. അത് കേട്ടിട്ടില്ല? ഡാബ്സിനറിയില്ലേ? ഡാബ്സിൻ്റെ ഒരു പാട്ടുണ്ട്. കടലര കിണറാത്താളം കടല കാത്താളം ചിരികൊണ കരയാളം കൊടിമരഞ്ഞിട്ട് കരകാളം ലൂല. ആ പാട്ട് ഞാനല്ല പാടിയത്. പോലെ എടാ മച്ച പോലെ ജസ്റ്റ് ഇല്ലേ, ഒരു പ്രാങ്ക് ഷോ ആണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? ജസ്റ്റ് പ്രാങ്കാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ആൾ പിടിക്കട്ടെ. ബൈ ഗൈസ്. നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മളെ സ്പെഷ്യൽ ഫ്രൂട്ട്സ് മാമയുണ്ട്. ഓറഞ്ച് ഇപ്പം എന്താ വില? ഓറഞ്ച് 1.5 കിലോ 100. 1.5 കിലോ 100. ഉറുമാൻ എന്താ വില? 140. നിങ്ങളത് സെയിം റേറ്റ് അല്ലേ? ഓറഞ്ച് 3 കിലോ 100, 1.5 കിലോ 100, 3 കിലോ 100. അപ്പോൾ ഇത് നാളെ തീർന്നുണ്ടാവും ഇവിടെ. ഇനി വേറെ ലോഡ് ഇറക്കിക്കോളി. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അടുത്തുള്ള പിടിക്കാൻ പോവാം ഗൈസ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് വരുന്നത്. അപ്പോളേ ഇനി നമ്മൾ നല്ല വേറൊരു ടൈപ്പ് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പുതിയ കുസൃതി ചോദ്യം ഉണ്ട്. അപ്പം പേടിക്കണ്ട, പ്രാങ്ക് പാളിപ്പോയാലും കുസൃതി ചോദ്യം ഉണ്ട് ഇവിടെ. ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു ഷോക്കേസിൽ നിന്ന് ഒരു പൂവെടുത്തിനി. ഇതിപ്പോഴാണ് ഓർമ്മ വന്ന്. നമുക്ക് ഒരു കുട്ടീനെ പ്രപ്പോസ് ചെയ്താളാം. അവരൊക്കെ പേടിച്ച് ഓടി അങ്ങനെ ഓരോരുത്തരടുത്തേക്ക് പോവാം. അപ്പോൾ ഓരോ റിയാക്ഷൻസ് നോക്കാം. ഓക്കെ അല്ലേ ഗൈസ്? മാക്സിമം ലൈക്ക് അടിക്കണേ. ഇനിയിപ്പോൾ ഇതിങ്ങനെ പിടിച്ച് പോകുമ്പോൾ ഓരോരുത്തരുടെ മുന്നിലേക്ക് ഇങ്ങനെ പോവും. ഇത് നിങ്ങൾ പോവാണോ? അല്ല, എനിക്കില്ലേ പെട്ടെന്ന് സ്റ്റെയിൻഡേഴ്സുകൾ കാണുമ്പോൾ ക്രഷ് അടിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിന്നെ കണ്ടപ്പോൾ ക്രഷ് അടിച്ച്, നിങ്ങളെ കണ്ടപ്പോൾ ക്രഷ് അടിച്ച്. സംഭവം പറയാന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഷോക്കേസിൽ നിന്ന് ഒരു പൂവ് എടുത്ത് കൊണ്ടുവന്നാ. അപ്പോൾ ഒരു പൂവേ എൻ്റെ കൈമിലുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ആർക്കാണ് ഞാൻ പൂ തരിക? പൂ വേണ്ട. ഇന്ന് എൻ്റെ ചാനലിൽ ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആണ്, അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. നോക്കി, ഇത് സംഭവമല്ലേ, എനിക്ക് നിലത്തുനിന്ന് കിട്ടിയതാ. ഇത് എവിടെ ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. കുറേ നേരം ഇങ്ങനെ അനക്ക് തരിക. എൻ്റെ പേരെന്താ? നൗറിൻ. ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് പറയുമ്പോൾ ഷോക്ക് അടിക്കുന്ന സാധനം. ഇൻട്രോവേർട്ട് പറയുമ്പോൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിപ്പോൾ നിലത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ആരുതാന്ന് ചോദിച്ച് കുറേ നേരം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആർക്കപ്പോൾ തരിക? അങ്ക് വേണോ പറഞ്ഞോ? രണ്ടാളെയും ക്രഷ് അടിച്ച് പോയി. ഇതെന്തോ ചെയ്യാം? ഇത് കഷ്ണമാക്കിയാലോ? നിങ്ങൾ ഒരു സൈഡിൽ ഒരാൾ പിടിച്ചോ. അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കാം. അതേക്ക് നന്നാവും. നല്ലതല്ലേ? നീ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ഇത് ജസ്റ്റ് ഒരു പ്രാങ്കാണ്. അനസ് വ്ലോഗ് 21. ഓ ഓക്കെ, ബൈ. 5 മണിക്ക് കാണാം. 5 മണിക്ക്. ഓക്കെ ഗൈസ്, അഡ്രസ്സ് വരെ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അടുത്താളെ പിടിക്കാം. നോക്കി, ഇത് നിലത്തുനിന്ന് വീണ് കിട്ടി. ഇത് ആരെടുത്ത് ഏൽപ്പിക്കണം എന്നുള്ളതിൽ കുറേ നേരമായി ഇങ്ങനെ കറങ്ങി കളിക്കാം. നീ എടുക്കൂ? കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് ആണോ ചേട്ടാ? ഇതൊരു പബ്ലിക് റിയാക്ഷൻസ് ആണ്. അപ്പോളേ എനിക്ക് ക്രഷ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതാരെങ്കിലും ഏൽപ്പിച്ച് എനിക്ക് എൻ്റെ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ
എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. തമരടിക്കുന്ന കാലമായടി ടിയാമേ, കാശിൻ്റെ ക്ഷാമം തീർന്നിട്ട് ഈ ടിയാമേ 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 നീയല്ലേ? അല്ല, എന്നാൽ ഞാൻ അത് വേറെ ആർക്കെയും കൊടുത്തോളാം. അപ്പോൾ എൻ്റെ ചാനലിൽ ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആണ്, അനസ് വ്ളോഗ് 21. ഓക്കെ, മാമാ മാമ മീ 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 കൂ 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 കീ 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 ക ക ക ക ക കീ 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 കീ. അത് വ്ളോഗിന് അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെയാണ് എൻ്റെ പൂവിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ആൾ പിടിക്കാം. അത് നമുക്ക് ഇതിൻ്റെ ഈ ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് പരിപാടി നടത്താം. ഗുഹേൻ്റെ ഉള്ളിലേക്ക്, ഇതിൻ്റെ ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ കയറാൻ പോണത്. ഈ ഗുഹയിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, ഞാനങ്ങനെ ഗുഹേൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ ഗുഹ വരുന്നത് ഒരു ഗുഹയാണ് ഇത്. അപ്പോൾ ഗുഹേൻ്റെ നമ്മളിതാ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഇത് നിലത്തുനിന്ന് വീണ് കിട്ടിയതാ. ഇത് ആരതാ പോലെ ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആണ്. അനസ് വ്ളോഗ് 21 വീട്ടിലെത്തിയിട്ട് കാണണേ. ഓക്കെ, പേരെന്താ? സച്ചിൻ. ഉഷാറല്ലേ? ഓക്കെ, എവിടെ പോവാ? ചാപ്പ. ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ് അങ്ങനെ പറയണ്ടി. ഓക്കെ, മാറിപ്പോയി. മേരി ക്രിസ്മസ്. ഓക്കെ ഗൈസ്, കുറച്ച് ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മേരി ക്രിസ്മസ്. ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി. ഇനി ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി കൃപയേനിൻ്റെ മാറില്. ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി കൃപയേനിൻ്റെ മാറിലൊരാരോമൽ കുഞ്ഞു പറഞ്ഞല്ലോ. ചേട്ടാ ഗ്ലാസ്സിന് എത്ര വില? മലയാളം അറിയില്ല. എനിക്കറിയാം, ഭാഷ അറിയാം. നിങ്ങൾ ഏതാ? വാട്ട് ഈസ് യുവർ ലാംഗ്വേജ്? പറയടാ. പോയി ഗൈസ്, നമ്മൾ അടുത്താളെ പിടിക്കാം. ചേട്ടാ, ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി കൃപയേനിൻ്റെ മാറിലൊരാരോമൽ കുഞ്ഞു പിറന്നല്ലോ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ അല്ലേ? ഹാപ്പി. ഓക്കെ, ഹാപ്പി 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 ക്രിസ്മസ്. ക്രിസ്മസ്. ഇനി ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. ഞാൻ പാടിത്തരാം. ഇത് ഭൂതോ? ഇതാരത് ഭൂത? ഇന്ത്യ മോനെ. ഓക്കെ, ഇത് വ്ളോഗാണ്, തെറ്റിദ്ധരിക്കണ്ട. പേരെന്താ? അൻഷിദിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ്. ആൻസർ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, ഓപ്ഷൻ എ ഓർ ബി? എങ്ങനെ ഓപ്ഷൻ? ഞാൻ അവനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് കൂടി ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. ജിംഗ്രി സൂംഫ്രി ജിംഗ്ര സന്ത ജിംഗ്രോ സാൻറോ. ഓപ്ഷൻ എ ഓർ ബി? കഴിഞ്ഞോന്നോ? എന്ത് കഴിഞ്ഞോന്ന്? ഓപ്ഷൻ എ. ഓൻ എ പറഞ്ഞു. നിങ്ങൾ പറയൂ. സെഡോ? സെഡ് ഓപ്ഷൻസ് ഇല്ല. ബി ഉണ്ട്. അതെ, അങ്ങനെ നേരെ വാ. സി ഇല്ല. ഓപ്ഷൻ സി ഇല്ല. ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറഞ്ഞ. ജിംഗ്രിക് ജിൻറിക്രോ വിംഗ്രാസുറുക്രൈൻസ് ഗ്രിൻക്രോസ് നിമ്രോ. ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഹാപ്പി 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 ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസ്. ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി. അമ്മ വേറെ ട്യൂണ് മാറ്റി പാടിയാലോ? വേറെ ട്യൂണ് പാടാ. ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി. എൻ്റെ ചാനലിൽ പേരെന്താ അറിയോ? എന്താ അനസ് വ്ളോഗ് 21. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. ജസ്റ്റ് ഒരു പ്രാങ്കാണ്. ഓക്കെ, ഹാപ്പി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഗുഹയെന്ന് വിട്ടു പോവാം. ഇത്രേ ഗുഹയെന്നുള്ള കാഴ്ചകൾ വരുന്നുള്ളൂ. ഗൈസ്, നമ്മളിത് ഗുഹയെന്ന് വിട്ട് വരിഞ്ഞ് പോവാണ്. ഇനി നമ്മൾ ഈ ഗുഹയെന്ന് നേരെ മറ്റേ ഭൂമിയിലേക്ക് നടക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? പേരെന്താ? ബഷീർ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ചാനൽ അനസ് വ്ളോഗ് 21. ഓക്കെ ഗൈസ്, ഇതെന്താ ഇത് വർക്ക് ചെയ്യാത്തത്? ഗൈസ്, ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇതെന്താ ഇത്? നടന്നു നോക്കണോ? വേണ്ട, വെറുതെ എന്തിനാ എല്ലാവരും ഇലേ പോണ്.
ഗൈസ് ഇനി നമുക്ക് അടിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഗൈസ് ഇനി നമ്മൾ അടിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഈ ഗുഹയിൽ വിട്ട് പിരിഞ്ഞ് പോവാണ്. നമ്മളിത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ അടിയിൽ പോയിട്ടായിരിക്കും ഇനി അടുത്ത പരിപാടി വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഏതാനും നിമിഷങ്ങൾക്കകം ഇതിൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കും. പ്രാങ്കും വ്ളോഗും എല്ലാം അവസാനിപ്പിക്കും. അന്നുണ്ടായിരുന്നില്ലേ വ്ളോഗിൽ? ഓക്കെ. ടിക്കറ്റൊക്കെ തന്നെ ഫ്രീ ആണോ? ഇല്ല, ഞാൻ പിന്നെ വരാം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇതാ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ഈ പബ്ലിക് റിയാക്ഷൻസ് കുറച്ചെടുത്താളാം. ഓർമ്മയില്ലേ? പുതിയ ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടില്ല. പുതിയത് തുടങ്ങിയോ? അതെ. എന്താ പുതിയത് എന്താ വെച്ചാൽ ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി. ബാക്കി എന്താണ്? ഹാപ്പി ക്രിസ്മസ്. ഗ്രബിയേലിൻ്റെ ദർശന സാവല്യമായി. കൃപയേനിൻ്റെ മാരിലൊരാരോമൽ കുഞ്ഞു പിറന്നല്ലോ. പേരെന്താ? ദിൽഹത്ത്. ഓക്കെ. ബസ്സൊക്കെ ഇപ്പോൾ നീല നിറമായല്ലോ, അപ്പോൾ പച്ചയായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഈ ബസ്സുകൾ ഒരേ കളറാക്കിയല്ലോ, അത് എന്താണ്? നിങ്ങൾ ആ കളറിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ? ഒരേ കളർ ആക്കിയതാണ് ബസ്. ഒരേ കളർ ആക്കിയതാണ്. സന്തോഷം ഉണ്ടോന്നാണ് ആണല്ലേ നിന്റെ മോനെ? എന്നാല് ഉഷാറാവട്ടെ. ഓറഞ്ച് എങ്ങനെയാണ്? ചെറിയ കുസൃതി ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ചെറിയ കുസൃതി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാ എന്താന്ന് വെച്ചാല് ചെറിയ കുസൃതിയെ എൻ്റെ കൈമേലുള്ളൂ. അപ്പൊ ഞാൻ ചെറിയ കുസൃതിയാണ് ചോദിക്കാൻ പോണത്. വലിയ കുസൃതി ഞാൻ ഇപ്പൊ ഇറക്കുന്നില്ല, ചെറിയ ചെറിയ കുസൃതികൾ. അപ്പോൾ ഗൈസ് നമ്മള് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വീഡിയോ എടുത്തോളൂ. യൂട്യൂബിലുണ്ടാവും. അനസ് വ്ളോഗ് 21. ആദ്യമായിട്ട് കടലിൽ കൂടെ യാത്ര ചെയ്ത ഒരു ബസ് ഉണ്ട്. അതെ, അതേതാണ് ആ ബസ്? എന്റെ കുസൃതി ചോദ്യം. രമേശ് നമ്പ്യാർ ചേട്ടോ, ഹാപ്പിയല്ലേ? ഇത് ഇടിവാളാണല്ലോ, തല്ലാൻ പോയല്ലോ? തല്ലാൻ പോയില്ല. ഓക്കെ. ആ അതെ, ഇവിടെ ആൾക്കാർ കൂടി. ഇവിടെ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. എന്തോ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, നമ്മളില്ലേ ജസ്റ്റ് ഒരു യൂട്യൂബിന്റെ ഒരു പരിപാടിയാണ്. ഇങ്ങനെ ഒന്നും കൂടി നിൽക്കൊന്നും വേണ്ട. പേരെന്താ? 500 കിട്ടുമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുവോ? ഈ പരിപാടിക്ക് നിൽക്കുവോ? എല്ലാ പരിപാടിക്കാരും 500,000 ഇവിടെ ഇല്ല, നമുക്ക് ആയില്ല. നമ്മള് അങ്ങനത്ര ആയില്ല. അത് ആയി വരുന്നു. ഇതൊക്കെ കാണും. ഇത് 5 മണിക്ക് കാണാം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, കടലിൽ കൂടെ യാത്ര ചെയ്ത ഒരു ബസ് ഉണ്ട്. ഒരു കുസൃതി ചോദ്യമാണ്. അതിന്റെ ആൻസർ എന്താണ്? തോണി. റോങ് ആൻസർ. പിന്നെ കടൽ കൂടെ ആദ്യമായിട്ട് ബസ് യാത്ര കിട്ടൂലല്ലോ. അടുത്ത ആളെ സ്കിപ്പ് ചെയ്യട്ടെ. ഓക്കെ അല്ലേ? ആയിക്കോട്ടെ. നമുക്ക് ഈ വീഡിയോ എപ്പോഴാണ് ഉണ്ടാക്കുക? ഈ വീഡിയോ ഒന്ന് വൈകുന്നേരം 5 മണിക്ക്. ചാനൽ അനസ് വ്ളോഗ് 21. അതെ. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് യൂസഫ്. നിങ്ങൾ ഉണ്ടാവും ഇന്നത്തെ വീഡിയോയില്. എന്റെ പേരെന്താ? മുഹമ്മദ് ഉണ്ടാവും വീഡിയോയില്. നിങ്ങളെ പേര്? ഓ, നിങ്ങളും ഉണ്ടാവും. ഓ, നിങ്ങളെല്ലാരും ഉണ്ടാവും. അതെ, ഇത് പല ടൈപ്പ് വീഡിയോ ഉണ്ട്. പൂ കൊടുക്കുന്നുണ്ട്. പൂവാണോ? പൂ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ പരിപാടി? മാജിക് ആണോ? അത് മാജിക് ആണ്. ഞാൻ പിന്നെ പറയാം. ഞാൻ പോട്ടെ. ഗൈസ്, ഇന്നെ ഒക്കെപ്പാടിട്ട് പീഞ്ഞില്ലാണ്ടായിപ്പോയി. ഞാൻ തീർന്നില്ലാണ്ടായിപ്പോയി. അവിടെ മച്ചാ, ഈ തീർന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സ്റ്റാമിന കിട്ടാൻ? നമ്മൾ എന്താ കഴിക്കണ്ടേ? പറയൂ. ഞാനാകെ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാണ്ട് ഈ ലോകം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കറങ്ങി തിരിഞ്ഞ് ഇതേമാതിരി ആവുമ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിലാരാണ് ഏറ്റവും മറ്റേ ഡാബ്സിൻ്റെ ഫാൻ? ആരാണ് ഡാബ്സിൻ്റെ ഫാനാ? ഡാബ്സി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഡാബ്സിൻ്റെ ആരാന്ന് നമുക്കറിയോ? ആരാ?
ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഒരു കട്ടുണ്ട്. എന്നാലേ നീ പറയൂ. ഡാബ്സിന്റെ മോനെ എങ്ങനെ എനിക്ക് മനസ്സിലായി? ആരോട് പറയരുത് കേട്ടോ. ഞാൻ സൈഡിലൂടെ ഒരു വ്ളോഗ് എടുത്ത് പോവാണ്. ഡാബ്സിന്റെ അനിയനാണെന്ന് ഒരാളോട് പറയുകയെ ചെയ്യരുത്. നീ പറയോ? പറയില്ലല്ലോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഡാബ്സി ഈ വ്ളോഗ് കാണുകയാണെങ്കിൽ ഡാബ്സിക്ക് ഒരു കിസ് കൊടുത്തോ. ഓക്കെ ഓക്കെ, ബൈ ഗൈസ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടുമുട്ടി. കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് അല്ല. ഓക്കെ, സത്യം പറയാന്ന് വെച്ചാൽ ഈ കമ്മിറ്റഡ് അല്ലാത്തവരെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? എന്തായാലും അവരോട് ഒരു മാക്സ് ചോദിക്കും. കമ്മിറ്റഡ് ആണെങ്കിൽ മാക്സ് അല്ലേ? കമ്മിറ്റഡാ അല്ല? നീ കമ്മിറ്റഡാ ആണ്? ഇപ്പൊ മാറ്റി പറഞ്ഞതല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മാക്സ് എന്താണെന്ന് വെച്ചാൽ 777 + 333 എത്രയാണ്? കമ്മിറ്റഡ് ഉള്ള ആൾക്കും പറയാ 777 + 333 1200. പേരെന്തായിരുന്നു? ബിബിൻ. റോങ് ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. അപ്പോൾ ആൻസർ 1110. ഓക്കെ ഓക്കെ, ബൈ ഗായ്സ്. പിന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല. ചിലപ്പോൾ എന്നൊക്കെ ആയിപ്പോവും, എന്തെങ്കിലുമൊക്കെ ആവും. നമ്മളിതാ ഇനി അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സാറേ, ഹാപ്പി ക്രിസ്മസ്. സുഖല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളി. ഓക്കെ, പേരെന്തായിരുന്നു? ഗോപാലകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ട്രാഫിക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നല്ല വെയിലല്ലേ? ഓക്കെ, അപ്പോൾ വെയിലത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു പാട്ട് പാടി തരട്ടെ? നടക്കൂല. ഓക്കെ ഓക്കെ, ഇതൊരു യൂട്യൂബ് ചാനലാ, അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഞാൻ പറഞ്ഞുതരാം. ഈ കാലിക്കറ്റ് പോയിട്ട് ജിംഗ്രോഫി ആ കടയുടെ പേരെന്താന്ന് നിങ്ങൾക്ക് തികച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അറിയില്ല. ജിംഗ്രാസിക്കോ ആ കാറ് നോക്കി മിനി 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 ആ കാറിന്റെ പേരാണ് എന്ത്? ആ കാറ്, ആ മുന്നിൽ പോണ കാറിന്റെ പേരെന്താ? അതെ, അതാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ചെക്കന്മാരെ കൈമലൊക്കെ ആ കാറുണ്ട്. ആ കാറിന് നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാറിന്റെ പേരെന്താന്ന് വെച്ചാൽ മിനി കൂപ്പർ. ഒന്ന് പറയൂ. മിനി സൂപ്പർ. യെസ്. ഓക്കെ, ബൈ ഗൈസ്. കുറച്ച് ബസ് തിരക്കുള്ള ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ബസ് എവിടേക്കാ നാട്? ഐക്കരപ്പടി ഉള്ള ഒരാൾക്ക് വേണ്ടി എനിക്കൊരു വീഡിയോ എടുക്കാൻ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങളെ തന്നെ വന്ന് ഞങ്ങൾക്ക് കുറേ നേരം സ്കെച്ച് ഇട്ട് കിടക്കുന്നത്. നിങ്ങളിപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങി വരില്ലേ? ഞാൻ നിങ്ങളെ ബാക്കിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ജസ്റ്റ് ഒരു പ്രാങ്കാണ്. ഓക്കെ, ബൈ ഗൈസ്. നമ്മളിങ്ങനെ എല്ലാവരും പ്രാങ്ക് ചെയ്ത് പോവാം. ലാസ്റ്റ് എല്ലാവരും പാടെ ഇന്നെ പിടിച്ച് പ്രാങ്ക് ചെയ്യില്ലേക്കും. അതാണ് വിഷയം. അതാണ് ഇവിടൊക്കെ നമുക്ക് ഫാൻസുകളുണ്ട്. കടൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുരുവിൻ്റെ സൗണ്ട്, കാക്കൻ്റെ സൗണ്ടൊക്കെ കിട്ടും. എന്താ പറയുക, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടാലേ നമ്മൾ വിജയിക്കുള്ളൂ. അത് ഇനിയും കുറേ ആൾക്കാർ ഇനി എൻ്റെ ക്യാമറയിലുണ്ടാവും, ഇഷ്ടം പോലെ ആൾക്കാർ. ഇപ്പോൾ ടൈം എത്രയായി? അല്ല മോനെ, 33 മിനിറ്റ് ആയി ഗായ്സ്. അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണേ. പേരെന്താ? മുഹമ്മദ് ആസിമിനോട് ഞാൻ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ വർഷം ഏതാ? അറിയില്ല. അപ്പോൾ എവിടെ പഠിക്കുന്നേ? IPC ഇംഗ്ലീഷ് സ്കൂൾ. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ വർഷം എത്രയെന്നറിയോ? അറിയൂല. എന്നാ ഓക്കെ, ശരി, ബൈ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. 10 പുഷപ്പ് എടുക്കാൻ താല്പര്യമുണ്ടോ? പുഷപ്പ് ഒന്നും എടുക്കാൻ അറിയില്ല? 2 എന്നാൽ 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ
ലോകം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും, നീ KGF ആവും. KGF അറിയോ? KGF 3 അറിയോ? KGF 3 അഭിനയിച്ച ഏക വ്യക്തി ആരാന്നറിയോ? അയാളാണ്. ഓക്കെ, ഹാപ്പി അല്ലേ? ജസ്റ്റ് ഒരു പ്രാങ്കാണ്. പ്രാങ്കായില്ലേ? ഓക്കെ, അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് കാണാം വീഡിയോ. ഓക്കെ, ഹാപ്പി ഹാപ്പി. ഓക്കെ, യൂട്യൂബിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഗൈസ്, ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഒരു പൂവിൻ്റെ ജസ്റ്റ് ഒരു പ്രാങ്കും കൂടി ഇറക്കിയിട്ട് ഇന്നത്തെ പ്രാങ്കും ക്വസ്റ്റ്യൻസും കുസൃതി ചോദ്യവും എല്ലാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അത് അവിടെ ഒരു ക്രിസ്മസിൻ്റെ ഒരു മറ്റേ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരാളെ കണ്ട് ഞാൻ. അപ്പോൾ ക്രിസ്മസൊക്കെ പൊളിക്കാൻ വന്ന ടീമാണെന്ന് തോന്നുന്നു. അമ്മക്കിതാ ഇപ്പം തന്നെ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഈ തൊപ്പി വാട്ട് ഈസ് യുവർ തൊപ്പി? പേരെന്താ? ഓക്കെ അല്ലേ? തൊപ്പി എനിക്ക് തരുമോ? തൊപ്പി ഗീവ് അവേ ചാനൽ. ഓക്കെ, ബൈ. എൻ്റെ മോനെ, ഇതിപ്പോൾ എവിടെ ഞാൻ എത്തിയത്? അതോ ബാറിൻ്റെ മുന്നിൽ. ഹായ് ബ്രോ, വാട്ട് ഈസ് യുവർ നെയിം? അഖിൽ. ദിസ് ഈസ് ഡേ ഈസ് സ്പെഷ്യൽ ഡേ. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ഈസ് സ്പെഷ്യൽ ഡേ ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ ഡേ. ഡേ ഈസ് ഓൾവേസ് ഓൺലി ഇംഗ്ലീഷ്. Yes. What is your language? Malayalam is always beautiful language. Kerala is my country. All Indians are my brothers and sisters. India is my country. Indians are brothers and sisters. All India my country. ഇൻസ്റ്റയിലല്ല, യൂട്യൂബിൽ വരും. എൻ്റെ പേര് പറയാന്ന് വെച്ചാൽ അനസ് വ്ളോഗ് 21. ഓക്കെ അല്ലേ? ഓക്കെ, എന്തിനാ അവിടെ വന്നേ? സാധനം ബീവറേജിലോ? അപ്പോൾ ക്രിസ്മസിന് ഈ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചാൽ നിങ്ങൾക്ക് എന്തോ ഹാർട്ട് ഇതൊക്കെ ഇത് അല്ല, എനിക്ക് അത് പറ്റൂല. നമുക്ക് ഹറാമാ. ഹരമല്ല, ഇത് ഹറാമാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചാനലിന്റെ പേര് അനസ് വ്ളോഗ് 21. ബൈ ഗൈസ്. ഒരു കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി. ചിരിച്ചു കഴിഞ്ഞാലല്ലേ ഞാൻ പാട്ട് പഠിപ്പിക്കും. ചിരിക്കാൻ പറ്റൂല. ചിരിക്കരുത്. ചിരിക്കരുത്. ചിരി നിർത്തൂ. ചിരി നിർത്തിക്കോളൂ. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഈ ചിരി വരുന്നത് എങ്ങനെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഒരു നേട്ടമാണ്? ചിരിക്കല്ലേ? ഒരു എന്തോ ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റൂല. ഓക്കെ, ഇനി നമുക്ക് സീരിയസ് മാറ്റർ. ഓക്കെ, കണ്ണെന്നൊക്കെ വെള്ളം വന്നു. ഓക്കെ, 777. ഇതിന്റെ മൈക്കില്ല. യൂട്യൂബ് അതങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാ. 777 + 333 എത്ര? ഓക്കെ, എന്നാലും ഞാൻ പോട്ടെ, ബുദ്ധിമുട്ടാക്കുന്നില്ല. ഓക്കെ, മാത്സ് ഒന്നും അറിയില്ലല്ലോ. 777 + 333 1200. ഇനിയും ചിരിച്ചോ? തെറ്റാണ്. ഓക്കെ, ചിരിച്ചോണ്ടിരുന്നോ? ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ഉത്തരം കിട്ടി, എല്ലാം കിട്ടി, ഒക്കെ റെഡിയായി. ഓ, പേരെന്താ?
യൂസഫ്. നേരത്തെ വന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. 777 പ്ലസ് 333 എത്ര? 777 പ്ലസ് 333. 333. യെസ്. 1000. എങ്ങനെ? അത് തെറ്റായിട്ടുണ്ട്. അതെ, 1110. അതെ, ഓക്കെ എന്നാല്. ഓക്കെ, ബൈ. ഓക്കെ, അവിടുന്ന് കുറച്ച് ടീം കിട്ടി. ഇതൊക്കെ ഇവിടുന്ന് വരുന്നേ. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഷവായ. ഓക്കെ, എല്ലാം വരും, എഡിറ്റ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഈ കെട്ടിടം മൊത്തം തകർന്ന് വീഴാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ വീണാലും എൻ്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും വീഴത്തില്ല. അപ്പോൾ മറ്റേത് അടക്കെ ഒരു സാധനം കാണിച്ചാട്ടെ. പുഷ്പൻ്റെ ഒരു സാധനം ഇട്ടിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത്. നിങ്ങളൊരു പുഷ്പൻ്റെ സാധനം ഇടും, ഒന്നിട്ട്. അതേതാ പുഷ്പ? ശ്രീവല്ലി. ഒരു ചിരിച്ചോണ്ടിരിക്ക. എല്ലാടെ പുഷ്പയില് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. ശ്രീവല്ലിയോ? മറ്റേ തങ്കമണിൻ്റെതാ? ഓക്കെ, അങ്ങനെയാന്ന് വെച്ചാല് ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പൂവുണ്ട്. പൂവാണോ സംഭവം? എനിക്കിത് നിലത്തുനിന്ന് കിട്ടിയതാ, പക്ഷെ ഇത് ഉത്തരവാദിത്തപ്പെട്ടവർക്കേ കൊടുക്കുള്ളൂ. ഇല്ലല്ലോ. ഓക്കെ, എടാ മച്ചാ, ഞാൻ ഈ പൂവൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ക്വസ്റ്റ്യത്തിന് ആൻസർ പറയണം. ഓക്കെ, പൂ വേണ്ടല്ലോ, നിങ്ങൾക്ക് ഗിഫ്റ്റ് പോരെ? ഓക്കെ, പൂവിൻ്റെ ലാഗം ഒന്നേ ഉള്ളൂ. ഓക്കെ, ക്യാഷ് പ്രൈസോ അത്രക്ക് വേണോ? പിന്നെ എന്താടാ, എൻ്റെ 5 പൈസ ഇല്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ വർഷം എത്ര? 1947. വെറുതെ പറയരുതേ. കോളേ ഫ്രണ്ട് ആയിക്കോട്ടെ, കോൾ ചെയ്തോ ഗൈസ്. നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു കോളേ ഫ്രണ്ട് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കൊടുക്കല്ലേ നമുക്ക്? ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ആൾക്കാരെ കാണുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. 1524. പൂവോ? അത് ഗൂഗിളിൽ നോക്കി പറയാൻ ഇപ്പൊ എല്ലാവർക്കും കൊണ്ട് പറ്റും. ഗൂഗിൾ എവിടെ? സെർച്ച് ഹിസ്റ്ററി നോക്ക്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കണ്ടോ? ആണ് സെർച്ച് ഹിസ്റ്ററി നോക്ക്, കണ്ടോ? അതിൽ സെർച്ച് ചെയ്യ്, എന്നിട്ട് അതിന്റെ ആൻസർ നോക്ക്. നിങ്ങൾ യൂട്യൂബർ ആണോ? ഞാൻ യൂട്യൂബർ അല്ലടാ. പിന്നെ ഇത് ഞാനിപ്പം തന്നെ ഒരു ഫോണൊക്കെ കുടിക്ക് വെറുതെ അങ്ങോട്ട് ഇറങ്ങിയതാ. പോലെ ഇത് യൂട്യൂബറാണ്. പോലെ ജസ്റ്റ് ഓക്കെ. നമ്മളെ ഇതൊന്നും കണ്ടിട്ട് നമ്മളെ യൂട്യൂബർ അല്ലാന്ന്. ഇതിപ്പോ എന്താ അവിടെ കിടക്കുന്നത്? എടാ ഞാൻ യൂട്യൂബറാടാ. എടോ പോലെ ഞാൻ പറഞ്ഞ പോലെ നിൽക്ക്. ചാനൽ നോക്ക്, അനസ് വ്ളോഗ് 21. ഇനി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഗൈസ്. ഇവരൊക്കെ വേറെ ടീമാണല്ലേ. ഓക്കെ, ഹാപ്പി. എൻ്റെ പേര് നോക്ക് ഗൈസ്. നല്ല സ്റ്റൈലൻ ചെക്കൻ ഇതാണ്. അതെ, ഇതൊക്കെ നമ്മളതാ. അനസ് വ്ളോഗ് 21 ഡെയിലി വീഡിയോ ഉണ്ടോ? 5 മണിക്ക് കാണലുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മ വന്നേ. ആണോ? നീ വേഷമാറി നടക്കുമല്ലേ? ഇങ്ങോട്ട് വന്ന് നീ എന്റെ നേരത്തെ എന്താ പറഞ്ഞേ? എന്റെ പ്രേക്ഷകരെ കണ്ടോ? മറ്റാള് അനസ്. ബാക്കി എന്താ? 21. അനസ് എടുത്തോടിയ. അപ്പൊ നിങ്ങള് റോങ് ആൻസർ നിങ്ങൾ പറയരുത് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ ലാസ്റ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുക. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ ഗൈസ്. പിന്നെ എനിക്ക് എന്താ പറയാനുള്ള വെച്ചാൽ, ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഇത്ര ലെങ്ത് ആയത്. അല്ലെങ്കിൽ ഇത്ര ലെങ്ത് ഒന്നും ഞാൻ ഒരിക്കലും എടുക്കൂല. എനിക്കറിയാം നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ ആരൊക്കെയോ വേണമെങ്കിൽ കുറച്ച് ആൾക്കാരും ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി ലെങ്ത്ത് നമ്മളെ സമ്മതിക്കുന്നില്ല. ലെങ്ത്ത് ഭയങ്കര വിഷയമായിട്ടുണ്ട്. സമയം പറഞ്ഞുതരാം.
44 മിനിറ്റായി, 44 മിനിറ്റായി. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നാളെ ഞാൻ കിടിലം ഫിറോസ് പ്രാങ്കായിട്ട് നാളെ വന്നിരിക്കും. അപ്പോൾ പുതിയ പുതിയ കുസൃതി ചോദ്യം ഇടയിലുണ്ടാവും. ആ കുസൃതി ചോദ്യത്തിന് വേണ്ടിയിട്ട് കുറേ ടീം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കാത്തിരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ പ്രാങ്ക് ഇഷ്ടപ്പെട്ട് കാത്തിരിക്കുന്നവരും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ വക ക്രിസ്മസ്, മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഇത് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഇന്നത്തെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ലൈക്ക് അടിക്കുക. നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വക ഒന്നുകൂടി ക്രിസ്മസ് ആശംസകൾ നേർന്ന് ഞാൻ നിർത്തുന്നു. ഓക്കെ 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 ഓക്കെ.